ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും LSSന്റെ ക്ലാസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതെ കൂട്ടുകാരെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒന്നുമില്ല ടീച്ചർ, ഇന്നൊരു ഐസ്ക്രീം കഴിച്ചത് നമ്മളെ പരിപാടിക്ക് പോയില്ലേ, അവിടെ ഒലിച്ചതാണ് ഇങ്ങോട്ട്. ഒന്നും പറയണ്ട. അപ്പൊ പക്ഷേ ഞാനൊരു സംശയം ചോദിക്കട്ടെ, എന്താ ടീച്ചറെ? ഐസ്ക്രീമിന് ഖരാവസ്ഥയല്ലേ ഉള്ളത്? അതെ, ഐസ്ക്രീം ഖരാവസ്ഥയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ കല്ല് പോലെ? ശരിയാണ്. പക്ഷെ അപ്പൊ ഐസ്ക്രീം ഒലിക്കുന്നത് എങ്ങനെയാ? അത് ടീച്ചറെ, ഐസ് കണ്ടിട്ടില്ലേ? നമ്മൾ ഐസ് കയറല്ലേ, ചൂടാവുമ്പോ അത് ഉരുകുന്ന കണ്ടിട്ടില്ലേ? അതേമാതിരി ഐസ്ക്രീം ഖരാവസ്ഥയിൽ ഉരുകി ദ്രാവകാവസ്ഥയ്ക്ക് വന്നതാ. നമുക്കപ്പൊ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആയാലോ? അതെ, അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ. ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോണ ചാപ്റ്ററിന്റെ പേര് ടീച്ചർ പറയും. ടീച്ചറുടെ പേരൊന്ന് പറഞ്ഞേ. അപ്പൊ ഞാനൊരു ക്ലൂ തരാം, ഒരു പാട്ടിന്റെ ഒരു വരി പാട് കേക്കട്ടെ. ക്ലൂ ആണ് കേട്ടോ ചാപ്റ്ററിന്റെ പേര്. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ല, മണിമാരൻ വരുമെന്ന് അടിപൊളി പാട്ട്. കല്ലായി കാറ്റായി. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് കല്ലായി കാറ്റായി. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോണ ചാപ്റ്ററിന്റെ പേരാണ് കല്ലായി കാറ്റായി. പേര് കാണുന്നത് കല്ല്, കാറ്റ്. അതേമാതിരി അതായത് നമ്മൾ പഠിച്ചിരുമ്പോ ഗരം, ദ്രാവകം, വാതകം എന്നൊക്കെ കേട്ടിട്ടേ ആ 3-4 അവസ്ഥേനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത്. ദ്രാവകം, വാതകം, അതായത് 3 അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മളൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിലെ ദ്രവ്യം, മാറ്റർ, സ്റ്റേറ്റ് ഓഫ് മാറ്റർ 3 അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെ അവസ്ഥകൾ ടീച്ചറെ? ഒന്ന് ഖരം, പിന്നെ ദ്രാവകം, മൂന്നാമത്തെ വാതകം. അപ്പൊ ഖരം, ദ്രാവകം, വാതകം ഈ 3 അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഖരത്തിനൊരു എക്സാമ്പിൾ എന്താ പറയാ ടീച്ചറെ? ഖരാവസ്ഥയിലുള്ളത് നമുക്ക് പെട്ടെന്ന് പറയാൻ കല്ല് പറയാം, ഇഷ്ടിക, കല്ല്. നമ്മൾ കല്ല് മുന്നേ കാണാനില്ല. ഈ മോതിരം എന്താ ഖരാവസ്ഥയിലുള്ളതാ? അതായത് ഷേപ്പ് മാറുന്നില്ലല്ലോ, ഷേപ്പ് മാറാത്ത ഖരാവസ്ഥയിലുള്ളതാ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഈ ഡസ്റ്റർ ഖരാവസ്ഥ, ടീച്ചർ ഏതാ? കമ്മല്, മാല. നമ്മൾ മൊത്തത്തില് ഞാൻ ഖരാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് പേന ഖരാവസ്ഥയിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഖരാവസ്ഥ. പിന്നെയുള്ളത് ഏതാ? ദ്രാവകാവസ്ഥ. ദ്രാവകാവസ്ഥയ്ക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു ടീച്ചറെ. ദ്രാവകം നമുക്ക് വെളിച്ചെണ്ണ, മണ്ണെണ്ണ, ജലം, വെള്ളം പറയാം. പിന്നെ പെട്രോൾ, എല്ലാം വെള്ളത്തിൽ ഒഴുകുന്നതല്ല. നമ്മൾ കണ്ടിട്ടുള്ള ദ്രാവകാവസ്ഥയിൽ വെള്ളത്തിന്റെ അവസ്ഥയിൽ ഇരിക്കണം, അല്ലാതെ എന്താ ദ്രാവകാവസ്ഥയിലുള്ളതാ. പിന്നെ ലാസ്റ്റത്തെയാണ് ഇത് വാതകാവസ്ഥ. വാതകാവസ്ഥ അതാണ് നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞു നടക്കണം. നമ്മൾ കണ്ട ഒരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞു. ഒരു എക്സാമ്പിൾ വാതകാവസ്ഥയിലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ, എല്ലാ ഗ്യാസും വാതകാവസ്ഥയുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ തീ കത്തിക്കുമ്പോൾ പുക, ചന്ദനത്തിരിയുടെ പുക, ഇതൊക്കെ വാതകാവസ്ഥയിലുള്ളതല്ലേ? ഇതൊക്കെയാണ് വാതകാവസ്ഥയിലുള്ളത് കേട്ടാ. ഇനി ഇതിന് 3-ന് ജലത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഖരാവസ്ഥയില് ഐസ്, വെള്ളം തണുത്ത ഐസാവില്ലേ? ഐസ് ഏതാ? ഖരാവസ്ഥ. 3 അവസ്ഥയിൽ വെള്ളം കാണൂട്ടാ. പിന്നെ ഉള്ളത് ദ്രാവകാവസ്ഥ ഇരുന്നുണ്ടാ വെള്ളം, നമ്മൾ കുടിക്കണ വെള്ളം ദ്രാവകാവസ്ഥയിലാ. ഇനി വെള്ളം ചൂടാക്കി എന്തുണ്ടാവും ഇത്ര? നീരാവി ഉണ്ടാവും. വെള്ളം നീരാവിയായിട്ട് ഇങ്ങനെ പോകും. കണ്ടിട്ടില്ല വെള്ളത്തിന് മുകളിൽ പൊക്കം പോണത്? ചൂടുള്ള കുടിക്കാനൊക്കെ മുകളിൽ ഇങ്ങനെ പോവുകയാണ് അല്ലെ? അതാണ് നീരാവി, ജലബാഷ്പം അല്ലെ? അത് ഏതവസ്ഥയിലുള്ളതാ? വാതകാവസ്ഥയിലുള്ളത്. അപ്പൊ ഇങ്ങനെ 3 അവസ്ഥയിൽ ആരുണ്ട്? നമ്മുടെ പ്രപഞ്ചത്തിലെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടാ. 3 അവസ്ഥയിലുള്ള. അങ്ങനെയാണെങ്കിൽ മാഷ 3 അവസ്ഥ മാത്രമാണ് ഉള്ളത്. ഞാൻ സംശയമാണേ. ടീച്ചറെ, ഇടിമിന്നല്. ശരി, ഇടിമിന്നല്, തീ. ഇത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവൂല്ലേ? തീയൊക്കെ ഏതവസ്ഥയില അപ്പൊ വിടുക? തീ എന്ന് പറയുമ്പോ ശരിയാണ്. എന്താണ്? ഖരല്ല, വാതകല്ല, ദ്രാവകമല്ല അല്ലെ? തീയുണ്ട്, ഇടിമിന്നലുണ്ട്. ഇവര് 2 സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ പേരാണ് പ്ലാസ്മ. നോക്കിയേ, ഇതിങ്ങനെ എഴുതാ പ്ലാസ്മ. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടാ. പ്ലാസ്മ അവസ്ഥയിലാണ് ആരൊക്കെ സ്ഥിതി ചെയ്യുന്നത്? തീ, അതേമാതിരി നമ്മുടെ ഇടിമിന്നൽ, ലൈറ്റ്നിങ് എന്ന് പറയണില്ലേ? അതന്നെ. ഇത് 2 സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ പേരാണ് എന്ത്? പ്ലാസ്മ. മറക്കണ്ട. അപ്പൊ 4 അവസ്ഥകൾ നമ്മൾ പഠിച്ചു. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. പ്ലാസ്മ മറക്കണ്ട കേട്ടാ. നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ ഈ ചാപ്റ്ററിന് കുറച്ച് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷണങ്ങളും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരിക കേട്ടാ. അല്ലെങ്കിൽ പേര് പോയി ഇതിൽ തീയുടെ അവസ്ഥ ഏത്? ഏതാ?
പ്ലാസ്മ. ഇടിമിന്നലേത് അവസ്ഥയില? പ്ലാസ്മ. ഓക്കെ, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാ വരുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് മക്കളെ അതൊക്കെ പഠിച്ചു. 3-4 അവസ്ഥകൾ ഉണ്ടെന്ന് പഠിച്ചു അല്ലെ? ഗരുണ്ട്, ദ്രാവകമുണ്ട്, വാതകമുണ്ട്. പിന്നെ ഒരു പ്ലാസ്മയും പഠിച്ചു അല്ലെ ടീച്ചറെ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 4 അവസ്ഥകൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോ? ഈ വസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോന്നല്ലേ? സ്ഥലം ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ കയറല്ലേ, എനിക്ക് സ്ഥിതി ചെയ്യുന്നത് ഞാൻ പിന്നിടുന്നു, എനിക്കൊരു സ്ഥലം വേണ്ടത്. ടീച്ചർ പോയത് കണ്ടാ? അത് എനിക്ക് അവിടെ നിന്നപ്പോ എനിക്ക് എന്താ, എനിക്ക് അവിടെ സ്ഥലം ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ആളെ നീക്കി അങ്ങോട്ട് കൊടുത്തു. ഇതേപോലെ എല്ലാ വസ്തുക്കൾക്കും എന്താവശ്യമുണ്ട് ടീച്ചറെ? സ്ഥലം ആവശ്യമുണ്ട്. എപ്പോ എക്സാമായിട്ട് പറയുകയാണെങ്കിൽ ഖരത്തിന് സ്ഥലം ആവശ്യമുണ്ട്, ദ്രാവകത്തിന് സ്ഥലം ആവശ്യമില്ലേ? ഇല്ലേ? നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു ഗ്ലാസ് എടുത്തു. ഇപ്പൊ ഈ ഗ്ലാസ് ഞാൻ അടച്ചു പിടിച്ചുട്ടാ. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാ നോക്കി? ഇതിലൊന്നുമില്ല. അപ്പൊ ഇതിലും നോർമലി ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാ എന്നിട്ടുള്ള വായു, വാതകം ഉണ്ട് അല്ലെ? ഈ വാതകത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോ ടീച്ചറെ? ആവശ്യമുണ്ട്. സ്ഥലം ആവശ്യമുണ്ട്. അത് ഏതിന്റെ ഉള്ളിലാണ് നിൽക്കണേ? അതിപ്പോ ഗ്ലാസിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന് സ്ഥലം ആവശ്യമുണ്ട്. ഇനി ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് എന്തൊഴിക്കാൻ പോണു? നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം. വെള്ളം ഒഴിച്ച് നോക്കാം. അപ്പൊ വെള്ളത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോ നോക്കാലോ. ഒഴിച്ചു നോക്കൂ ടീച്ചർ. ഇതായിരിക്കും വെള്ളം ഒഴിക്കാട്ടാ. ഓൾറെഡി ഇതിന് വായു ഉണ്ട്. വെള്ളം ഒഴിക്കുമ്പോ എന്തുണ്ടായി? ആ വായുവിനൊക്കെ പുറത്തേക്ക് ആക്കിയിട്ട് ഇവിടെ ആര് വന്നു? വെള്ളം വന്നു. അപ്പൊ ഈ വെള്ളത്തിന് സ്ഥിതി ചെയ്യാനോ ഈ ഗ്ലാസ്സിൽ ഇത്രയും സ്ഥലം, ഉള്ളിലുള്ള സ്ഥലം മൊത്തം ആരെടുത്തു? വെള്ളം എടുത്തു. അപ്പൊ ആർക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം? വെള്ളത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം, അല്ലെങ്കിൽ ദ്രാവകത്തിനും സ്ഥലം വേണം. ഇനി ഇതിനുള്ളിൽ സ്ഥലം വേണമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സംശയം ഉണ്ടാവും. അതിനു വേണ്ടി നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഞാനൊരു ഇത്തിരി വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടാ. അതെ ടീച്ചർ പഠിച്ചോ. വലിയ ഗ്ലാസ് ഉണ്ട്. ഇതിലേക്ക് ഫുള്ള് വെള്ളം ഉണ്ട്. നോക്കി നിങ്ങള്, വെള്ളമില്ലേ? ഇത് നിറഞ്ഞു പോകണമെന്നില്ല ടീച്ചർ, ശരിക്കും ഒന്നുമില്ല. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? കുഞ്ഞൊരു കല്ല്, കുഞ്ഞു തലതാരം ഒരു കല്ല് ഇതിനുള്ളിലേക്ക് ഇടാൻ പോകട്ടെ. അപ്പൊ ഇത് ഗരാണേ, ഇതിന് ദ്രാവകം ഉണ്ട്. ഇത് ഇടുന്നു. ഞാൻ നിറയ്ക്കണമെന്ന് വെള്ളം ജസ്റ്റ് കല്ലിടുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇപ്പൊ എന്തുണ്ടായേ? എന്തുണ്ടായേ? വെള്ളം നിറഞ്ഞ് ഒഴുകി. അതായത് വെള്ളത്തിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. വെള്ളം ഇതിലുണ്ടായിരുന്നു, ലെവലിലുണ്ടായിരുന്നു. ഞാൻ കല്ലിട്ടപ്പോ കുറെ വെള്ളം ഫുള്ള് നിറഞ്ഞു. ഇപ്പോഴും വെള്ളം ഫുള്ള് തന്നെ ഉണ്ട്. പക്ഷെ കുറെ വെള്ളം പുറത്തേക്ക് പോയി. വിചാരിച്ച ലെവല് കുറഞ്ഞിട്ടൊന്നുമില്ല. ലെവല് ഫുള്ള് തന്നെയല്ലേ? അതായത് എന്താ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കല്ലിന്റെ ഉള്ളിലേക്ക് വന്ന് വീണു. കല്ലിന് സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? ഗരത്തിന് സ്ഥലം വേണം. അപ്പൊ ആ ഗരം അത്രയും സ്ഥലം എടുത്തപ്പോ അത്രയും ഭാഗത്തെ വെള്ളം എന്തുണ്ടായി? പുറത്തേക്ക് കരിഞ്ഞു പോയി. അതിനൊന്നും ഒന്നുമില്ല. നമുക്ക് എന്താ മനസ്സിലാവുക? ആ ഗരത്തിന് എന്തിനാണ് സ്ഥിതി ചെയ്യുന്നത് വേണം? സ്ഥലം വേണം. അപ്പൊ അത് വേണം. അപ്പൊ മറ്റേത് നിറഞ്ഞു പോയി. ഞാൻ ഒരു കല്ല് കൂടി ഇട്ട് നോക്കാൻ പോകും. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റിയ? പറഞ്ഞു നോക്ക്. നിറഞ്ഞു പോവാ തന്നെ. അതേ പോണു. വീണ്ടും നിറഞ്ഞു പോയി. എന്ന് വെച്ചാൽ ഇതിന് വെള്ളം കുറയണമെന്നില്ല. അതായത് ലെവല് കുറയണമെന്നില്ല. കാരണം എന്തുണ്ട്? അത്രയും സ്ഥലത്ത് ആര് കിടക്കുന്നുണ്ട്? നമ്മുടെ കല്ല് സ്ഥിതി ചെയ്തു. അപ്പൊ കല്ലിന് സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം കല്ലെടുത്തിട്ട് അത്രയും സ്ഥലത്തെ വെള്ളത്തെ കല്ല് പുറത്തേക്ക് അങ്ങോട്ട് തള്ളിക്കളഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാത്തിനും സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? നിങ്ങൾക്ക് മനസ്സിലായി? സ്ഥലം വേണമെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അത്ര ഉള്ള പഠിക്കണ്ട. ഇനി വായുവിന് സ്ഥലം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു പരീക്ഷണം കൂടി. ഇതിപ്പോ ഒന്നിട്ടാ ബലൂൺ. ഞാൻ ഇതിനുള്ളിൽ ഊതാൻ പോവാട്ടാ. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ബലൂൺ ഊതിയപ്പോ എന്താ സംഭവിച്ചേ? എന്താണ്ടായേ? ബലൂണിന്റെ ഉള്ളില് വായു നിറഞ്ഞു. അതായത് ബലൂൺ എന്തുകൊണ്ടാ വീർത്ത ടീച്ചറെ? ബലൂൺ എന്തിനാ വീർത്ത? ബലൂൺ വീർക്കണ്ട വല്ല ആവശ്യം ഉണ്ടാ? ഊതുമ്പോ ഇല്ല. എന്താ വീർത്തെ? അതിന്റെ അകത്തേക്ക് വായു കയറി. വായു ഞാൻ ഊതാൻ നിറയ്ക്കാൻ അത്രയും വായുവിന് ഇരിക്കാൻ സ്ഥലമില്ല. ചെറുതായിരുന്നപ്പോ സ്ഥലമില്ല. അപ്പൊ വായുവിന് ഇരിക്കാൻ സ്ഥലം കൂടുതൽ വേണ്ടി വന്നപ്പോ അതിനനുസരിച്ച് എന്തുണ്ടായി? വായു കൂടുതലനുസരിച്ച് ബലൂൺ വീർത്ത് വന്നു. ഇത് വായുവിന് ഇരിക്കാൻ എന്ത് വേണം? സ്ഥിതി ചെയ്യാനും സ്ഥലം ആവശ്യമുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ബലൂൺ വീർപ്പിക്കുന്ന പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേട്ടാ. ഇതൊന്നും കൂടി വീർത്ത് നോക്കാം. കണ്ടപ്പറ്റായില്ലേ? ഇതിങ്ങനെ വലുതായി കൊറേ വീർപ്പിച്ചു നോക്കി. എന്താ ഉണ്ടാവും ടീച്ചർ? അവസാനം പൊട്ടും. അതായത് ഇതിന്റെ ഉള്ളിൽ ഇനിയും സ്ഥലം വേണം ഏതിന്? വായുവിന് ഇരിക്കാൻ. ബലൂണ് സ്ഥലമില്ല. ബലൂൺ അവസാനം പൊട്ടി വായു ഇങ്ങോട്ട് പോകും. വായു പുറത്തേക്ക് പോകും. കാരണം സ്ഥലമില്ല. പുറത്ത് ഇഷ്ടം പോലെ സ്ഥലമല്ലേ? അപ്പൊ വായു തിരിച്ചു പോകും. ഇതാണ് വായുവിന് ഇരിക്കാൻ സ്ഥലം വേണം എന്നുള്ളത് കേട്ടാ. ക്ലിയർ ആയല്ലോ? അപ്പൊ വായുവിന് ഇരിക്കാൻ സ്ഥലം വേണം, ദ്രാവകത്തിന് സ്ഥലം വേണം, ഖരത്തിന് ഇരിക്കാൻ സ്ഥിതി ചെയ്യണം. ഏതവസ്ഥയ്ക്കായാലും സ്ഥിതി ചെയ്യാൻ അവർക്ക് സ്ഥലം ആവശ്യമാണ്. മക്കളെ, നമുക്കിനി ഒരു പരീക്ഷണം കൂടി ചെയ്ത് നോക്കിയാലോ? ഇതെന്താ ടീച്ചറുടെ കയ്യിൽ എന്തായിരിക്കണം നോക്കിയേ?
ബലൂൺ കാറ്റല്ലാണ്ട് അതിന്റെ ഉള്ളില് വെള്ളമാണ്, വെള്ളം നിറച്ചിട്ടുള്ള ബലൂൺ. കാണിച്ചു കൊടുത്ത അവരുടെ അടുത്തേക്ക് കണ്ട അതേ വെള്ളമാണ് എന്റെ ഭാരണ്ട് ഇതിന്, വെള്ളം നിറച്ച വെള്ളം ബലൂൺ. നിറച്ച ബലൂണ കാറ്റാണെങ്കിൽ പറയല്ലോ പറക്കും. ഈ ബലൂൺ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ കുപ്പിയാണ്, കുപ്പിയിലൊന്നുമില്ല കേട്ടാ, എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള വായു മാത്രമുള്ള ഈ കുപ്പി ഈ ബലൂണിന്റെ ഇതിൽ വെക്കാൻ പോവാട്ടാ. ആ ടീച്ചർ ഒന്ന് പിടിച്ചാൽ ഞാൻ വെച്ചാൻ പറ്റുമോ നോട്ടെ. ഇതിന്റെ കുപ്പി ഒന്ന് പിടിച്ചാ ടീച്ചറെ, ഞെക്കിക്കോട്ടെ, വെള്ളം വരുന്നുണ്ട്. ആ കേട്ടെ ഇരുന്നില്ലേ, ഇരുന്നൂട്ടോ മക്കളെ. ഇത് നോക്കിയേ, ഇതിന്റെ ഉള്ളിൽ നോക്കിയേ, ഞാൻ കുപ്പി ബലൂൺ ഏതിന്റെ ഇടയിൽ വെച്ചു. ദേ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് കുപ്പിയിലോട് ഇത്തിരി വെള്ളം ഇങ്ങനെ വന്നത് കണ്ടില്ലേ ഇതിങ്ങനെ. ഇനി എന്താ ചെയ്യണ്ട ടീച്ചറെ? ബലൂണ് തിരിച്ചു പിടിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? നമുക്ക് നോക്കാം. എന്താ ഉണ്ടാവുക? എനിക്ക് തോന്നുന്നത് എന്താ ടീച്ചറെ, ഇതിങ്ങനെ കമത്തുമ്പോഴേ ഇതില് വെള്ളം മൊത്തം തിരിച്ചു വരും, ബലൂൺ ചുങ്ങും. അതല്ലേ നോർമലി ഉണ്ടാവാ. അല്ല നിങ്ങൾ മനസ്സിലാക്കി, ഇപ്പൊ ഇതിന് വെള്ളം ഉണ്ട്, ഇത് തിരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് എന്താ, വെള്ളം മൊത്തം അടിക്ക് വന്നിട്ട് ബലൂൺ ചുങ്ങുന്ന. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ നോക്കട്ടെ, ചെയ്ത് നോക്കട്ടെ ടീച്ചറെ. ചേട്ടാ നോക്കി നോക്കട്ടെ, അതേ ചെയ്യണേ, നോക്കിക്കോ. ആ വെള്ളത്തിന് വേറെ ഒരു ബുദ്ധിമുട്ട്, വെള്ളം വരണ്ടേ കേട്ടാ, ഞാൻ പറഞ്ഞില്ലേ വെള്ളം വരും. ഓ വെള്ളം വന്നു, വെള്ളം ഫുള്ള് വരുന്നുണ്ട്. ആ വെള്ളം വന്നു, പക്ഷെ ബലൂൺ ചുങ്ങിയോ? ബലൂൺ ചുങ്ങിയില്ലാട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റി. അപ്പൊ എന്താ കാരണം? എന്താ കാരണം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ പറയട്ടെ ടീച്ചറെ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. അതായത് ഇതിന് വെള്ളം ഉണ്ടായിരുന്നു ആദ്യം, ഇതിലെന്തുണ്ടായിരുന്നു? വായു ഉണ്ടായിരുന്നു. ഇതിലെ വെള്ളം തിരിച്ചു വന്നു. വെള്ളത്തിന് ഇരിക്കാൻ സ്ഥലം വേണല്ലോ. അപ്പൊ ഇതിന് ഓൾറെഡി എന്തുണ്ട്? വായു ഉണ്ട്. ആ വായുവിന് എന്ത് ചെയ്തു? ഈ വെള്ളം ഇവിടെ ഇരിക്കുന്നതനുസരിച്ച് വായുവിനെ ബലൂണിന്റെ ഉള്ളിലേക്ക് കയറി. വായുവിന് സ്ഥലം വേണം, പോവാൻ വേറെ ഓട്ടൊന്നും ഇല്ലല്ലോ. ഇതിന്റെ ഓട്ടം ഉണ്ടെങ്കിൽ വായു പുറത്തു പോയാട്ടാ. ഇതിപ്പോ എന്തുണ്ടായി? അതുകൊണ്ടാണ് ബലൂൺ വീർത്തത് കേട്ടോ മക്കളെ. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യാ. ഇങ്ങനെ ഒരു എക്സാം ചോദ്യം വന്നിട്ട് ചോദിച്ചേക്കാം, ഇത് തിരിച്ച് എന്തുണ്ടാവും? വെള്ളടിക്ക് വരും, ബലൂൺ വീർത്ത് തന്നെ ഇരിക്കും. കാരണം എന്താ? വെള്ളടിക്ക് വന്നപ്പോ അത്രയും സ്ഥലത്തെ വായുവിനെ ബലൂണിന്റെ ഉള്ളിലേക്ക് കയറ്റി. വെള്ളത്തിന് ഇരിക്കാൻ സ്ഥലം വേണം, വായുവിന് ഇരിക്കാനും സ്ഥലം വേണം. ക്ലിയർ ആയല്ലോ? ഈ ചോദ്യം ഉണ്ടായിരുന്ന ചോദ്യട്ടാ. അപ്പൊ നിങ്ങൾ തെറ്റിക്കരുത്, നിങ്ങൾ നേരിട്ട് കണ്ടതാ. അത് ഇതിനുള്ളിൽ ഇപ്പൊ എന്താ? വായു. അപ്പൊ പഴയ ഒന്നുകൂടി തിരിച്ചു നോക്കണ്ട. അതെ ഇങ്ങനെ തിരിച്ചെന്തേ, വെള്ളം വീണ്ടും കേറി, വായു ഇങ്ങോട്ട് പോയി, വായു തിരിച്ച് കുപ്പിയിലേക്ക് പോയി. വീണ്ടും ഞാൻ തിരിക്കാൻ പോണെങ്കിൽ അത് വിടും, വീണ്ടും തിരിച്ചു വരുന്നു, വെള്ളം കുപ്പിക്ക് വരുന്നേ. ചേട്ടാ കളമായമില്ല, മന്ത്രമില്ല, ഒന്നുമില്ല, മാജിക് അല്ലേ. നിങ്ങൾക്ക് ഇത് കുട്ടികളെ പറ്റിക്കാതല്ല, സത്യല്ലേ? ബലൂൺ മാജിക് വീട്ടിൽ പോയിട്ട് അനിയത്തിക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഈ പരിശ്രമം നിങ്ങൾ ആരും മറക്കരുതിട്ടാ. ചോദ്യത്തിൽ ചോദിച്ചു ഇങ്ങനത്തെ വേറെ ഏത് പരിശ്രമം ചോദിക്കാം. ഇത്ര ലക്ഷം എന്താ എല്ലാത്തിനും സ്ഥിതി ചെയ്യുന്നത് വേണം, ഓക്കെ. അപ്പൊ എല്ലാരും ഇത് ചെയ്ത് നോക്കണോട്ടാ വീട്ടില്. നല്ല പരീക്ഷ ആയിരുന്നു, എല്ലാരും ചെയ്ത് നോക്കണോട്ടാ. ഓക്കെ, ഇനി അടുത്തൊരു പരീക്ഷണം ചെയ്യാൻ പോകട്ടാ. എന്താ ഉണ്ടാവാന്ന് നിങ്ങൾ പറയണം. മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു കുപ്പി നോക്കി നിങ്ങൾക്ക് കാണാല്ലേ, ഓട്ടൊന്നും ഇല്ലട്ടാ. ഫുള്ള് എയറുള്ള ഒരു കുപ്പി. അതിനോട് ഞാൻ എന്താ ചെയ്യുന്നത് ടീച്ചറെ? ഈ ഒരു ബലൂൺ നോക്കിയാ, ഊതി വീർക്കണ ബലൂൺ അല്ല, നോക്കിയാ ഇങ്ങനത്തെ ഒരു ബലൂൺ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കുപ്പിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇടുന്നു. ഇങ്ങനെ ഇട്ടിട്ട് ഈ ഊതണ ഭാഗം ഊതാനുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വിടർത്തിയിട്ട് പോയി ഒന്ന് പിടിച്ചു, ഇങ്ങനെ വിടർത്തിയിട്ട് കുപ്പിയുടെ ടോപ്പിന്റെ ഉള്ളിൽ വെക്കണം. ഞാൻ നോക്കിയേ, ഇപ്പൊ നോക്കിയാ ബലൂണിന്റെ ഉള്ളിലുണ്ട്, അതേമാതിരി ടോപ്പ് ഇതിന്റെ മുകളിലുണ്ട്. കണ്ടല്ലോ, പിച്ച് കണ്ടില്ലേ? ഇതെന്റെ ചോദ്യം ഇതല്ല. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാ, ഈ ബലൂണ് അതായത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതിനുള്ള ഓട്ടമില്ല, നിങ്ങൾ നോക്കി ഓട്ടം കണ്ടണ്ട. ഇതിനുള്ള ഊതി കഴിഞ്ഞ ബലൂൺ എത്തും. ഊതി കഴിഞ്ഞ എന്തുണ്ടാവും എന്ന് ചോദിക്കണം. ബലൂൺ എന്തുണ്ടാവും നിങ്ങൾ പറ, ടീച്ചർ പറ. ബലൂൺ എന്തുണ്ടാവും? ഇതിൽ കൂടെ ഊതാനല്ലേ പറഞ്ഞത്? അതിൽ കൂടെ ഊതും, ശക്തിയിൽ ഊതും നമ്മള്. ഇതിൽ കൂടെ ഊതിയ സ്വാഭാവികമായിട്ട് വീർക്കും. സ്വാഭാവികമായിട്ടും ബലൂൺ വീർക്കേണ്ടതാണ് അല്ലെ? ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യാട്ടാ. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, കുപ്പി തന്നിട്ടുണ്ട്, അതിൽ ബലൂൺ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കണം ഊതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഊതി കഴിഞ്ഞാൽ അതെ നോക്കിക്കോ, നിങ്ങൾ കണ്ടിട്ട് ഉത്തരം പറഞ്ഞാൽ നോക്കിയേ. ഓ ഞാൻ അഭിനയിക്കൊന്നല്ലാട്ടാ, അതെ നോക്കിയേ.
മാഷിനെ ഫുള്ള് പ്രഷർ കൊടുത്തിട്ടാണ് ഊതുന്നേട്ടാ. മൈ ഗോഡ് നോക്കിയേ ബലൂൺ വീർക്കണില്ല ടീച്ചറാ. എന്താ മാഷ അതിന് കാരണം? ബലൂൺ വീർക്കണില്ല എന്താ കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനോട് എന്തുണ്ട് ടീച്ചറെ? ബലൂൺ അല്ല വേറെ എന്തുണ്ട്? വായുണ്ട്. ഓൾറെഡി ഇതിന്റെ ഉള്ളിൽ വായു സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്രയും സ്ഥലത്ത് ആരുണ്ട്? വായു ഉണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഊതുന്നത് എന്താ? വായു തന്നെ. അപ്പൊ ഞാൻ ഈ വായു ഇതിനുള്ളിൽ ഇറങ്ങി ഇതിനുള്ളിൽ എന്ത് വേണം? സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം വേണ്ടേ? സ്ഥലമില്ല. കാരണം ഇതിനുള്ളിൽ ഓൾറെഡി എന്തുണ്ട്? വായു ഉണ്ട്. ഇതിനൊരു ഗ്യാപ്പ് ഒന്നും ഇല്ല കേട്ടാ. ഇപ്പൊ ഇവിടെ ഓട്ട എങ്ങാനും ഇട്ട് നമുക്കൊരു ഓട്ട ഇട്ട് നോക്കാം എന്ന് വെച്ചാ ഒരു ഓട്ട ഇട്ട് നോക്കാം. ഓട്ട ഇട്ടാ ഞാൻ പറഞ്ഞത് ഇതിനുള്ളിൽ വായു പുറത്തു പോകും. അപ്പൊ സ്ഥലം വന്നു. അപ്പൊ ഈ ഞാൻ ഊതണ വായു നിറയണം, ബലൂൺ വീർക്കണം അല്ലെ? അതൊന്നും ചെയ്ത് നോക്കാം നമുക്ക്. ഇതേ ഞാൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് അറിയാം. ഇതേ ഞാൻ ഒരു കത്തി കൊണ്ടുവന്നിട്ടുണ്ട്. കത്തി ഇല്ലെങ്കിൽ നിങ്ങളുടെ പപ്പട പോലെ എന്തെങ്കിലും ഇട്ടിട്ട് എന്ത് ചെയ്യണോ ഒരു ഓട്ട ഇട്ട് കൊടുക്കും. ഇവിടെ ഓട്ട ഇടണോ ടീച്ചറെ? ഒന്ന് ഇവിടെ ഇടാം, മൂട്ടിലിടാം. ഓ നല്ല വൃത്തികെട്ട സോറി കത്തി മൂർച്ചില്ല. കത്തി കയറി നോക്കിയാ കേട്ടാ, കത്തി കയറി ഇവിടെ ഒട്ട വന്നു കേട്ടാ. ഇനി ഞാൻ ഊതാൻ പോവാ ടീച്ചറാ. ഊതട്ടെ? നോക്കിക്കോ. 1 2 3 സ്റ്റാർട്ട്. ബലൂൺ വീർത്തതേണ്ടില്ലേ? ഫുള്ള് വീർക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ബലൂൺ തിങ്ങി നിറഞ്ഞോണ്ടാട്ടാ. എവിടെ ഓട്ടിട്ടേക്കണേ? ഞാൻ ഓട്ടിട്ട സ്ഥലം ഇവിടെ ഒരു ഓട്ടി ഇട്ടിട്ടുണ്ട്. നോക്കിക്കോ. എന്റെ ശക്തി ഞാൻ ഊതുണ്ട്. ബലൂൺ വീർക്കണില്ലേ? നേരത്തെ വീർത്തേ ഇല്ല. ഇപ്പൊ ബലൂൺ വീർക്കുന്നുണ്ട്. കാരണം എന്താ? ഞാൻ ഊതുമ്പോ ഇതിൽ കൂടെ കാറ്റ് കറക്കണം. അതിനനുസരിച്ച് ഇതിൽ കൂടെ കാറ്റ് പുറത്ത് പോകണം. അപ്പൊ സ്ഥലം വരുന്നുണ്ട്. കാറ്റ് പുറത്ത് പോകുമ്പോ സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് ഞാൻ ഊതണ കാറ്റ് കീറും. ക്ലിയർ ആയില്ലോ? ഇതൊരു എക്സാമിന് ചോദിച്ചതാ. എന്താ ചോദിച്ചത്? ആദ്യം ഞാൻ പറയാം ഊതി എന്ത് സംഭവിക്കുക? എന്താ ഉണ്ടാവുക? ബലൂൺ വീർക്കില്ല. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ബി, കുപ്പിക്ക് ഒരു ഓട്ട ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം. ഓട്ട ഇട്ട് കഴിഞ്ഞാൽ എന്താ ടീച്ചർ നമ്മള് കണ്ടത്? എന്താ ഉണ്ടാവുക? ബലൂൺ വീർക്കും. അപ്പൊ അതിന്റെ കാരണം എന്ത്? സി ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ കാരണം? കുപ്പിയിലുള്ള ഓട്ട കൂടെ വായു പുറത്തേക്ക് പോകണം. അപ്പൊ സ്ഥലം വന്നു. ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? നമ്മൾ ഊതുമ്പോ ബലൂണിലേക്ക് വായു കയറണം, ബലൂൺ വീർക്കണം. അതെ. അയ്യോ സോറി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബലൂണിന്റെ ടോപ്പ് കയറി ഉണ്ടല്ലോ, ബലൂൺ വീർക്കണല്ലോ. ഓക്കെ. അപ്പൊ ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ പഠിച്ചല്ലേ? 2-3 ചോദ്യങ്ങളും പരിചയപ്പെട്ടു അല്ലെ ടീച്ചറെ? ഇനി നമുക്ക് എന്താ പരിചയപ്പെടാൻ പറ്റുന്നത്? ജലചക്രം. ജലചക്രം. അതായത് വെള്ളം. ഞാൻ പറഞ്ഞു ഈ വെള്ളത്തിന് ശക്തി ഉണ്ടാ ടീച്ചറെ? ഒഴുകുന്ന വെള്ളത്തിന് ശക്തി. ഇപ്പൊ നമ്മള് വയനാട് ഉരുളൊക്കെ പൊട്ടിയില്ലേ? അവിടെ നിന്നിട്ട് വന്ന വെള്ളം ഒലിച്ചിറങ്ങി അങ്ങോട്ട് വന്നിറങ്ങി വെള്ളപ്പൊക്കത്തിന് വെള്ളം ഒലിച്ചങ്ങോട്ട് വരണോ? എന്തുണ്ടാവണോ? ആ വീട് ഒലിച്ചു പോണു, മരം ഒലിച്ചു, ഒരു ഗ്രാമടക്കം ഒലിച്ചു പോണു. ഭയങ്കര വിഷമം ഉണ്ടായ കാര്യമാണ് അതൊക്കെ. പക്ഷെ ഈ ജലത്തിന് അത്രയും വലിയ എന്തുണ്ട്? ശക്തി ഉണ്ട്. ആ ശക്തി ഉണ്ട്. ഈ ഡാമിൽ വെള്ളം കെട്ടി നിർത്തി അതിങ്ങനെ താഴത്തേക്ക് വീഴ്ത്തി ടർബൈൻ കറക്കിയിട്ടാണ് നമുക്ക് വേണം ഒരുവിധ കറണ്ടും നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അല്ലെ? അപ്പൊ ജലത്തിന് അത്രയും ശക്തി ഉണ്ട്. ഒന്നും വേണ്ട മക്കളെ, നമ്മളെ വീട്ടില് ടാപ്പ് തുറക്കുമ്പോ നിങ്ങൾക്ക് അറിയാം ടാപ്പ് ആയിരിക്കും. അത് തുറക്കുമ്പോ എന്ത് ഫോഴ്സ്. അതെ, കയ്യിൽ വെള്ളം ഇങ്ങനെ പാലിക്ക് പോകണം അല്ലെ? വെള്ളത്തിന് നല്ല ശക്തി ഉണ്ട്. മോട്ടർ അടിക്കുമ്പോൾ ഇതിനെ മോട്ടർ നല്ല ശക്തിയിൽ എത്തിക്കടിക്കുക. നമ്മുടെ ഇപ്പൊ എന്താ പറയാ പെയിന്റ് അടിക്കുന്നവരൊക്കെ ഫയർ ഫോഴ്സിന്റെ സാധനമൊക്കെ കണ്ടിട്ടില്ല. അതേപോലെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് സമരമൊക്കെ എടുക്കുമ്പോ ആൾക്കാർ ഓടിക്കുന്നത് വെള്ളം അടിച്ച് തെറിപ്പിച്ച് പറപ്പിച്ചിറങ്ങാം. ഒഴുകുന്ന വെള്ളത്തിന് എപ്പോഴും എന്തുണ്ട്? നല്ല ശക്തി ഉണ്ട്. അപ്പൊ നോക്കിയേ. അപ്പൊ നമ്മള് ഇനി ഈ ജലചക്രം ഇത് കണ്ട, ഇതൊരു ചക്രം അല്ല, എന്നാലും ചക്രം പോലെ ഒന്നുമില്ല. ഇതിലേക്ക് ഒഴുകണ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിങ്ങൾ നോക്കി നോക്കിട്ടാ. അതാണ് ഒഴുകണ ജലത്തിന്റെ ശക്തി കാണിക്കാനുള്ള പരീക്ഷണം ഉണ്ടാ. അതെ നോക്കിക്കോ. ഒഴിക്കാൻ പോലെ വെള്ളം കറക്റ്റ് വീഴണം. പക്ഷേ കേട്ടോ ഞാൻ മാക്സിമം വീഴ്ത്തതേ. ഓ നോക്കി നിങ്ങൾ കണ്ടില്ല നിങ്ങള്? കാരണം എന്താ നോക്കി, ഇത് അത്ര സിമ്പിൾ ഉള്ള സാധനം അല്ലാട്ടാ. ഇത് നോക്കി നിങ്ങള് ഇങ്ങനെ കൈകൊണ്ട് തെറ്റ കറങ്ങും. കറങ്ങില്ല, അങ്ങനെ കറങ്ങില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ കറങ്ങും. അപ്പൊ വെള്ളം ഒഴിച്ചപ്പോ ഊതിയ കറക്കും ടീച്ചറെ. കാരണം ഊതിയ കുറേശ്ശെ കറങ്ങും നിങ്ങള്. നല്ല ശക്തി ഇങ്ങനെ ഒന്നുമില്ല, നല്ല സ്പീഡിൽ ഒന്നുമില്ലേ? കാരണം എന്താ? ജലം പോലെ വായുവിന് എന്തുണ്ട്? ശക്തി ഉണ്ട്. അത് നിങ്ങൾ പഠിക്കണട്ടോ. അതായത് എക്സാമിനപ്പോ എന്താ പറയാ?
കുറെ കാറ്റ്. സൈക്ലോൺ 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 എന്ന് പറഞ്ഞാ ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റ്. ശരിയാ. സൈക്ലോൺ വരുമ്പോ എന്തായാലും ആൾക്കാർക്ക് വീടൊക്കെ പറന്നു പോണു. അതേമാതിരി നമ്മൾ ഈ ഇപ്പൊ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ കാറ്റാടിപ്പാടുകൾ കണ്ടിട്ടേ അവിടെ വലിയ ടർബൈൻ കറങ്ങുന്നത് എന്തുകൊണ്ടാ? കാറ്റ് കൊണ്ടാ. അപ്പൊ എല്ലാത്തിനും ചലിക്കുന്ന വായുവിനും അല്ല വാതകത്തിനും ദ്രാവകത്തിനും ഒക്കെ എന്തുണ്ട്? ശക്തിയുണ്ട്. ഇതിപ്പോ പറയേണ്ട കാര്യം എന്ന് പറയും. ഇങ്ങനൊരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിരുന്നു. നിങ്ങളൊന്ന് നോക്കിയേ. ഈ ചിത്രത്തിൽ സാധനം കാണിക്കണണ്ട. ഒരു സിമ്പിൾ ആയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന് വെള്ളം ഉണ്ട്. അതിനൊരു ട്യൂബ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ ട്യൂബിൽ നിന്ന് വെള്ളം പോണു. എന്ത് കറങ്ങണു? ഇതേമാതിരി ഒരു ജലചക്രം കറങ്ങണു. ഇതാണ് കാണിച്ചിട്ടുള്ളോ. എന്നിട്ട് ചോദിച്ചേക്കുന്നത് ഈ പരീക്ഷണത്തിന്റെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. സിമ്പിൾ അല്ലേ? കുറിപ്പ് പഠിച്ചു കഴിഞ്ഞില്ലേ ഇപ്പൊ നമ്മള്? അപ്പൊ അതില് നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വെറുതെ ഒരു പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരില്ലെന്ന്? വെള്ളം വരുമോ? ഇല്ല. കാരണം അതിനുള്ളിൽ എന്തിട്ട് വായു ഉണ്ട്. നോക്കി നിങ്ങൾ വെറുതെ ഒരു പൈപ്പ് വായുള്ള പൈപ്പ് അതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ പൈപ്പ് അതിനുള്ളിൽ കേൾക്കും. പക്ഷെ അതിന് വെള്ളത്തെ വായുവിനെ കളഞ്ഞ് എന്ത് വരുത്തണം? വെള്ളം വരുത്തണം. അപ്പൊ അതാണ് ആദ്യം ചെയ്തിട്ട് പാത്രം എടുക്കണു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണു? ഒരു ട്യൂബ് ഇടുന്നു. ആ ട്യൂബിന്റെ അറ്റത്തുള്ള വായുകൊണ്ട് ഇങ്ങനെ വലിച്ച് ഊതല്ല ഇങ്ങനെ വലിച്ച് വെള്ളം വരണവരാക്കാം. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടോ? വായു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമായി. അപ്പൊ ഈ പാത്രത്തിലുള്ള വെള്ളം മൊത്തം ടാപ്പിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓസ് അടിക്കണോണം കുഞ്ഞു ട്യൂബ് കൂടെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ലെങ്കിൽ ഇപ്പൊ കേട്ടോട്ടാ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ വെള്ളം എന്ത് ചെയ്യാ? ഈ ജലചക്രത്തിന്റെ അകടാക്കി കഴിഞ്ഞാൽ ജലചക്രം കറങ്ങും. ഇതാണ് അതിന്റെ പരീക്ഷണക്കുറിപ്പ് ട്ടാ. ഇതിനൊരു ചോദ്യം 2017 സംതിങ് ആണ് കൊല്ലം തോന്നുന്നു. ആ കൊല്ലത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലല്ലോ. ഇല്ല. അപ്പൊ അത്രയും കാര്യം പറയാനാണ് ഈ ഒരു പരീക്ഷണം പറഞ്ഞത് കേട്ടാ. ഓക്കെ. അടുത്തത് നോക്കിയ മക്കളെ ഇതേമാതിരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് വേറൊരു പരീക്ഷണമാണ്. നോക്കിയേ എ ബി എന്നുണ്ട് രണ്ട് ചിത്രം ടീച്ചറെ കണ്ടില്ലേ? ഈ രണ്ട് ചിത്രത്തില് രണ്ടെണ്ണത്തിന് നോക്കി ഇതേമാതിരി രണ്ട് ഗ്ലാസ് വെള്ളത്തിന്റെ ഉടുക്കി ഇങ്ങനെ ഇറക്കി വെച്ചേക്കുക. ഇതിന് ഫുള്ള് വായുവാ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഗ്ലാസ് ഇങ്ങനെ ഇറക്കി എന്തുണ്ടാവും? ഇതിനുള്ളിൽ വെള്ളം കയറും ടീച്ചറെ? ഇല്ല. നേരെ ഇറക്കി കഴിഞ്ഞ് വെള്ളം കയറില്ല അല്ലെ? ചോദിച്ചേക്കുന്നത് അതൊന്നല്ല. ഈ രണ്ട് ചിത്രം ശ്രദ്ധിച്ചു നോക്കിയേ. ഇതില് എയിലും ബിയിലും എന്തുണ്ട്? ഓരോ പേപ്പർ കഷ്ണം ഇട്ടുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. ഏത് പേപ്പറാണ് നനയാണോ ചോദിക്കുന്നത്? എയിലത്തെ ആണോ ബിയിലത്തെ ആണോ? ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞ എ ഉണ്ട് ബി ഉണ്ട്. ഏത് പേപ്പറാണ് നനയാ ടീച്ചറെ? എനിക്ക് തോന്നുന്നത് ബിയിലെ പേപ്പറാണ് നനയാ. ടീച്ചർ പറഞ്ഞ മാതിരി ബിയിലെ ചിത്രം നിങ്ങൾ നോക്കിയേ. ബിയില് ഗ്ലാസ് ഒന്ന് ചെരിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൂടെ കുമിള പോണത് കാണിക്കണ്ട അല്ലെ? കുമിള പോവാന്ന് പറഞ്ഞ എന്താ പോണത് ടീച്ചറെ? വായു പോളിക്ക് പോണു. അപ്പൊ വായു പോയ അവിടെ സ്ഥലം വന്നു. ആര് കയറും ഗ്ലാസിന്റെ ഉള്ളിക്ക്? ജലം കയറും. ജലം ഗ്ലാസിന്റെ ഉള്ളിക്ക് കയറും അല്ലെ മക്കളെ? വെള്ളം ഗ്ലാസിന്റെ ഉള്ളിൽ കയറിയ ഗ്ലാസിന്റെ ഉള്ളിലുള്ള പേപ്പർ എന്തെങ്കിലും പേപ്പർ നനയും. അത്രയുള്ള ചോദ്യം. അപ്പൊ ഏത് പേപ്പർ നനയാ? ബിയിലത്തെ പേപ്പറാണ് നനയാട്ടാ. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുള്ളൂ. അതായത് നേരിട്ട് വളരെ സിമ്പിൾ അല്ലേ? നോക്കി നിങ്ങള് വായു ബിന്ന് പോണ്ട്. അതുകൊണ്ട് അതിന്റെ ഉള്ളിക്ക് എന്ത് കയറി? എയർ കയറി. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ പേപ്പർ നനഞ്ഞൂട്ട. അത്രയുള്ള സിമ്പിൾ ചോദ്യം അല്ലെ? അടുത്ത ചോദ്യത്തിക്ക് പോയി നമുക്ക്. ഓക്കെ. അടുത്തത് വെള്ളത്തിന്റെ 3 ഘട്ടങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടാ. വളരെ ശ്രദ്ധിക്കണം. ഇതൊന്ന് കുറെ ചോദ്യം കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഏതും തുടങ്ങാം. നമുക്ക് ഐസും തുടങ്ങാം ടീച്ചറെ. ഐസും കെട്ട. ഐസും കെട്ടുണ്ടല്ലോ നമ്മള്. ഐസ് ക്യൂബ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്രിഡ്ജില് വെള്ളം തണുത്ത് കഴിഞ്ഞാൽ നമ്മളെ വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ തണുത്തിട്ട് ഐസായിട്ട് മാറും. ഈ ഐസ് ചൂടാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഐസ് വെറുതെ പുറത്ത് വെച്ചു ടീച്ചർ എന്താ ഉണ്ടാവുക? ഐസ് വെള്ളം എങ്ങനെയാവുന്നത്? കാരണം പുറത്ത് വെക്കുമ്പോ ഐസ് ചൂടാവും. ഐസിന്റെ താപനില കൂടാണെങ്കിൽ ഐസിന് ചൂട് കിട്ടും. പുറത്തുനിന്ന് ഐസ് ചൂട് സ്വീകരിച്ചിട്ട് ഐസ് എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും. ഐസ് ചൂടാകുമ്പോൾ ഐസ് എന്തായിട്ട് മാറുന്നു? വെള്ളമായിട്ട് മാറും. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഐസ് വെറുതെ പുറത്ത് വെച്ച ഐസ് വെള്ളാവും. ഇല്ല ഐസ് ഒരു സ്റ്റവിന്റെ മുകളിൽ ചൂടാക്കി ഐസ് വെച്ചു പെട്ടെന്ന് വെള്ളമായിട്ട് മാറും. കാരണം എന്താ? കൂടുതൽ ചൂട് കിട്ടി. ഓക്കെ. അപ്പൊ അങ്ങനെ സംഭവം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് വെള്ളം ഞാൻ വെച്ചിട്ട് പാത്രത്തിൽ ഇരുന്ന് ചൂടാക്കുക. വെള്ളം തിളപ്പിക്കുക. കുളിക്കാൻ അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുക ടീച്ചറ. എന്തുണ്ടാവും വെള്ളത്തിന് ഇങ്ങനെ തിളപ്പിച്ച് വെള്ളം നീരാവിയായിട്ട് പോവും അല്ലെ? വെള്ളം ഇങ്ങനെ നീരാവിയായിട്ട് ജലവാഷ്പമായിട്ട് ഇപ്പൊ ഒരു പാത്രം വെള്ളം ഒരു മണിക്കൂർ ഞാൻ തിളപ്പിക്കാൻ വെച്ചാലേ കുറച്ചായി നോക്കിയ പാത്രത്തിന് വെള്ളം ഉണ്ടാവില്ല. കാരണം എന്തുണ്ടാവും? വെള്ളം തിളച്ച് നീരാവിയായിട്ട് എല്ലാ വെള്ളവും പോയിട്ടുണ്ടാവും കേട്ടാ. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തുണ്ടാവും? വെള്ളം ചൂടാക്കുമ്പോ എന്തുണ്ടാവണു? നീരാവിയായിട്ട് മാറണം. നമുക്ക് പറയാലോ നമ്മുടെ കടലിലെ അല്ലെങ്കിൽ പുഴയത്തെ വെള്ളം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായിട്ട് ആകാശത്തേക്ക് പോകണം.
അത് പിന്നെ തണുത്തിട്ട് എന്തായിട്ട് വരും ടീച്ചറെ? മഴയായിട്ട് നമുക്ക് പെയ്യും. മഴയുടെ കാര്യം നമുക്കറിയാലോ. അതന്നെ പറയുന്നട്ടാ. അപ്പൊ നമ്മൾ പഠിച്ചു ഐസ് ചൂടാകുമ്പോ എന്തുണ്ടാകണോ? വെള്ളം ഉണ്ടാവും. പിന്നെ വെള്ളം ചൂടാകുമ്പോ നീരാവി ഉണ്ടാവും. വെള്ളം ചൂടാകുമ്പോ നീരാവിയായിട്ട് മാറണം. ഇതൊക്കെ മാറട്ടാ. ഐസ് ചൂടാകുമ്പോ വെള്ളമായിട്ട് മാറി, വെള്ളം ചൂടാകുമ്പോ നീരാവിയായിട്ട് മാറി. അപ്പൊ നമുക്ക് ഇങ്ങനെ തിരിച്ചു വായിച്ചോളൂ ടീച്ചറെ. നീരാവി തണുക്കുന്നു, എന്താ ഉണ്ടാവാന്ന് നോക്കട്ടെ. ഞാൻ ചോദിക്കണോ, ഈ നീരാവിയെ ആകാശത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല വെള്ളം ഇങ്ങനെ ആവിയായി പോയി, നീരാവി ഇങ്ങനെ നിൽക്കുക. നീരാവി തണുക്കണു. നീരാവി തണുക്കുമ്പോ എന്തുണ്ടാവും ടീച്ചറെ? ഐസാണോ ഉണ്ടാവുക? നീരാവി ഒറ്റടിക്ക് തണുത്ത ഐസാ ഉണ്ടാവുക? അല്ല, വാതകത്തിലുള്ള വെള്ളം അല്ലെങ്കിൽ നീരാവി തണുത്തിട്ട് എന്തായിട്ട് മാറും? എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും. വെള്ളമായിട്ട് മാറും. ദ്രാവകാശത്തിലുള്ള വെള്ളമായിട്ട് മാറും. അപ്പൊ നീരാവി തണുക്കണു, നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നീരാവി തണുത്തു. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? നീരാവി തണുത്തു. വീണ്ടും നമുക്ക് എന്ത് കിട്ടി? വെള്ളം കിട്ടി അല്ലെ? അതെ, നീരാവി വന്നു, വെള്ളം വന്നതാ, വെള്ളത്തെ കുറിച്ചു. ഇനി ഞാൻ അടുത്ത് പറട്ടെ, ഈ വെള്ളം ഞാൻ വീണ്ടും തണുപ്പിച്ചു. വെള്ളം ഞാൻ എന്താ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. തണുപ്പിച്ച് എന്തായി? വെള്ളം ദ്രാവകാശത്തിന്റെ വെള്ളം എന്തായിട്ട് മാറി? ഖരാവസ്ഥയിലുള്ള ഐസായിട്ട് മാറി അല്ലെ? ഐസായിട്ട് മാറി. ഓക്കെ, വീണ്ടും തണുക്കുന്നു എഴുതിക്കോട്ടെ. വെള്ളം തണുപ്പിച്ചപ്പോ എന്തുണ്ടായി? വെള്ളം തണുപ്പിച്ചപ്പോൾ അത് ഐസായിട്ട് മാറി. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം എപ്പോഴും. അതായത് ഐസ് ചൂടാകുമ്പോ വെള്ളാവും, വെള്ളം ചൂടാകുമ്പോ നീരാവിയാകും, നീരാവി തണുക്കുമ്പോ വെള്ളാവും, വെള്ളം വീണ്ടും തണുപ്പിച്ച് എന്തായിട്ട് മാറി? ഐസായിട്ട് മാറി. മക്കളെ ഗരം ദ്രാവകം അതന്നെ അത് വെള്ളം. ഗരാണ് ചൂടാക്കിയപ്പോ വെള്ളമായി, ദ്രാവകമായി, ദ്രാവകം ചൂടാക്കിയപ്പോ വാതകമായി, വാതകം തണുപ്പിച്ചപ്പോ ദ്രാവകമായി, ദ്രാവകം തണുപ്പിച്ചപ്പോ എന്തായി? ഗരായിട്ട് മാറി. ക്ലിയർ ആയല്ലോ? ഇതൊന്നും മനസ്സിൽ ഒരുപാട് ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ചോദ്യം നമുക്ക് അങ്ങനെ അത് കാണിക്കാൻ ടീച്ചറാ. ഏത്? നമ്മുടെ മറ്റേ ഈ ചിത്രം ഒന്ന് നോക്കിയാ നിങ്ങള്. ഒരു പാത്രം കാണിക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ എന്ത് വെച്ചിട്ടുണ്ട്? അവര് കുറച്ച് ഐസിന്റെ കട്ട വെച്ചിട്ടുണ്ട്. ഇത് ഇത്ര ഉള്ളോട്ടോ. ഒരു ഗ്ലാസ് വെച്ചേക്കണ്, അതിന്റെ മുകളിൽ ഒരു പാത്രം, സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ എന്തുണ്ട്? കുറച്ച് ഐസിന്റെ കട്ട വെച്ചിട്ടുണ്ട്. കാണിക്കണം, ചിത്രത്തിൽ കാണിക്കണ്ട. ഐസ്. ഒരു ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്താണെന്നറിയോ? ഈ പാത്രത്തിൽ ഒന്നുമില്ല. അതായത് താഴെ ഇരിക്കുന്ന പാത്രമല്ല, അതിലൊന്നുമില്ല, വായു മാത്രമുള്ളോ. എന്ത് സംഭവിക്കുന്നു ഐസും കട്ടിക്ക്? എന്താ സംഭവിക്കുന്നത് ടീച്ചർ ഐസും കട്ടിക്ക്? ഐസ് വെറുതെ ഇരിക്കുക കുറച്ചു നേരം. ഐസ് കുറച്ച് കഴിയുമ്പോ എന്തുണ്ടാവും? ഉരുകും. ഐസ് പതുക്കെ സാവധാനം. ഇപ്പൊ നമ്മൾ ഐസ് പുറത്ത് വെച്ച് എന്തുണ്ടാവും? അതേപോലെ ഐസ് കുറച്ച് കഴിയുമ്പോ ഉരുകി ഇങ്ങനെ അങ്ങോട്ട് പോകും. അതെല്ലാവർക്കും അറിയണ കാര്യം. ഐസ് ഉരുകും. രണ്ടാമത്തെ അതല്ല ചോദിച്ചേക്കണേ. ഈ പാത്രത്തിന്റെ ഉള്ളില് മറ്റേ ചിത്രല്ലേ, അതിന്റെ ഉള്ളിൽ എന്ത് നിറയ്ക്കണവര്? കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതെ ഒരു കാര്യം കാണിച്ചാ. അതെ, ഇതാണ് എന്റെ പാത്രം. ഇതിന്റെ മുകളില് ഇതിപ്പോ ഒരു പേപ്പർ വെച്ചേക്കാം, അതല്ല വേറൊരു പ്ലേറ്റ് വെച്ചേക്കണം. ഐസ് വെച്ചേക്കാം. ഐസ് ഉണ്ടെന്ന് വിചാരിക്കും. ആദ്യം ഒന്നുമില്ല, ഐസ് മാത്രമുള്ള എന്തുണ്ടാവും? ഐസ് ഉരുക്കിപ്പോയി. ഇതിന്റെ ഉള്ളിൽ ഇത്രയും സ്ഥലത്ത് എന്ത് ചെയ്തു? ചൂടുവെള്ളം നിറച്ചു. ചൂടുവെള്ളം നിറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്താ ഉണ്ടാവുക? ഐസ് മുമ്പത്തെ മാതിരി തന്നെ പതുക്കെ ഉരുകുവോ? പിന്നെ എങ്ങനെ ഉരുക? സാവധാനാണ് മുമ്പ് ഉരുകിയ അല്ലെ? ഇപ്പൊ ചൂടുവെള്ളം ഒഴിച്ചപ്പോ എന്തെങ്ങനെ ഉരുകും? ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ചൂട് തട്ടിട്ട് പെട്ടെന്ന് ഉരുകും. അതാണ് ഞാൻ പറഞ്ഞ ഐസ് ചൂടാക്കണമായിരുന്നു. ഇത് ചൂട് ഇങ്ങോട്ട് വന്നു, ചൂടടിച്ച് പെട്ടെന്ന് ഐസ് ഉരുക്കി അല്ലെ? പക്ഷെ വേറെ ഒരു കാര്യം കൂടെ അവിടെ സംഭവിക്കും ടീച്ചറെ. എന്താണെന്നറിയോ? ഇവിടെ ചൂടുള്ള തിളച്ച വെള്ളം ഒഴിക്കണേ. അപ്പൊ തിളച്ച വെള്ളം ഒഴിക്കുമ്പോ എന്ത് പോണ്ടാവും? മോളിക്ക് നീരാവി പോണ്ടാവില്ലേ? അപ്പൊ നീരാവിയാണ് എന്തുണ്ടാവുക? വായുവിന് പകരം ഇവിടെ നീരാവി ഉണ്ടാവുക. ഗ്ലാസിന്റെ ഈ പ്ലേറ്റിന്റെ മുകളിൽ നീരാവി ഉണ്ടാവും. മനസ്സിലാവില്ലേ? ഈ നീരാവി ഇവിടെ ഐസ് ഇരിക്കണോണ്ട് ഈ പാത്രം തണുത്തായിരിക്കണ്ടാവുക. അപ്പൊ നീരാവി എവിടത്തെ മുകളിൽ എത്തുമ്പോ തണുക്കും. അതിന് നീരാവി തണുത്തിട്ട് ഈ പ്ലേറ്റിന്റെ ഈ പിൻഭാഗത്ത്, പ്ലേറ്റ് അല്ലാട്ടാ, പ്ലേറ്റ് ആണെങ്കിൽ പറഞ്ഞേ പ്ലേറ്റിന്റെ പിൻഭാഗത്ത് എന്തുണ്ടാവും? കുറച്ച് വെള്ളത്തുള്ളികൾ, അങ്ങനെ വെള്ളത്തുള്ളികൾ ഉണ്ടാവും. അത് നീരാവി മോളിക്ക് എത്തും. ഇവിടെ നിന്നുള്ള നീരാവി മോളിക്ക് എത്തുമ്പോ അത് ഐസ് കാരണം തണുത്തിട്ട് അത് വീണ്ടും വെള്ളം. ഐസ് സ്പീഡിൽ ഉരുകും, പക്ഷെ പാത്രത്തിന് തണുപ്പല്ലേ, മുകളിലത്തെ പാത്രത്തിന് ഐസ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഈ മരണ നീരാവി അവിടെ തണുത്തിട്ട് ഐസായിട്ട് മാറുട്ടാ. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതൊന്നും മനസ്സിൽ വെച്ചോ നിങ്ങള്. ചോദിച്ചു എഴുതണം. ഇതേമാതിരി ഒരു ചോദ്യം കൂടി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. റെഫ്രിജറേറ്റർ കുടിക്കാൻ ഒരു കുപ്പി വെള്ളം എടുത്തു. നമ്മൾ തണുത്ത വെള്ളം വാങ്ങിച്ചു, അല്ലെങ്കിൽ തണുത്ത പെപ്സി വാങ്ങിച്ചു, കൊക്കക്കോള വാങ്ങിച്ചു, എന്തെങ്കിലും വാങ്ങിച്ചോട്ടെ. നമ്മൾ കുടിക്കാൻ നല്ലതല്ല, എന്നാലും അതൊക്കെ വാങ്ങിച്ചു എന്ന് വിചാരിച്ചോ. ഇത് വാങ്ങിക്കുമ്പോ ആ കുപ്പിയുടെ മുകളില് ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പിന്ന് വെള്ളം എടുത്തു. അതിന് ചുറ്റും എന്തുണ്ടാവും? ഇവിടെ കുറച്ചു നേരം പുറത്തിരുന്ന് എന്തുണ്ടാവും? വെള്ളത്തുള്ളികൾ ഒട്ടിയിരിക്കുന്നുണ്ടാവും അല്ലെ? എന്താ കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാ? കുപ്പിക്ക് ഇനി വല്ല ഓട്ടയുണ്ടാ?
അത് ഞാൻ തണുത്ത വെള്ളം പുറത്തു കൂടെ പോവുണ്ടായി കുപ്പിയുടെ സൈഡിൽ കൂടെ. അല്ല ടീച്ചറെ, അല്ല കുപ്പിക്ക് ഓട്ടിയില്ല, വേറെ നല്ല കുപ്പിയാണ് നമ്മുടെ ഉള്ളത്. പക്ഷെ പുറത്തൊക്കെ എന്തുണ്ടാവും, നിറച്ച് വെള്ളത്തുള്ളികൾ ഉണ്ടാവും. എന്താ കാരണം? ഇപ്പൊ ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്താ കാരണം? ഞാൻ നമ്മളിപ്പോ ഉത്തരം പറഞ്ഞില്ലേ, അതിന്റെ സമയം. കാരണം എന്താ, അന്തരീക്ഷത്തിൽ നീരാവി ഉണ്ട്, ജലത്തിന്റെ ബാഷ്പുണ്ട്, നീരാവി ഉണ്ട്. ഈ നമ്മൾ തണുത്ത കുപ്പി എടുക്കുമ്പോ, കുപ്പി തണുപ്പല്ലേ, ഈ കുപ്പിയോട് ചേർന്ന് നിൽക്കണ നീരാവി എന്തുണ്ടാവും, പെട്ടെന്ന് അങ്ങോട്ട് തണുക്കും. നീരാവി തണുത്ത് എന്തുണ്ടാവും, നമ്മൾ മുമ്പ് ചിത്രം കാണിച്ച നീരാവി തണുത്ത് എന്തുണ്ടാവും, ജലം ഉണ്ടാവും. അപ്പൊ ഈ നീരാവി തണുത്തിട്ട് കുപ്പിയുടെ ചുറ്റും വന്ന് ഒട്ടിയിരിക്കുന്ന ആ വെള്ളത്തുള്ളികള്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അതാണ് കാരണമെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു ടീച്ചറാ. ഇങ്ങനത്തെ ഇത്രയൊക്കെ തന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കാനുള്ളൂട്ടാ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാ. മെയിനായിട്ട് നിങ്ങൾ 3 അവസ്ഥകൾ പഠിക്കുക. ഖരദ്രാവക വാതകം, പിന്നെ നമ്മുടെ തീയും ഇടിമിന്നലും ഏതവസ്ഥയില, പ്ലാസ്മ അവസ്ഥയിലാണ് പഠിച്ചു. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അത് ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെ എല്ലാ അവസ്ഥകൾക്കും ഇരിക്കാൻ സ്ഥലം വേണം മനസ്സിലായി. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരീക്ഷണം, നമ്മൾ കുറെ പരീക്ഷണം കാണിച്ചില്ലേ, കുഞ്ഞൊരു പരീക്ഷണം എന്തെങ്കിലും ഒരു പരീക്ഷണം അവർ കാണിക്കും. എന്തായാലും നമ്മൾ കാണിച്ച പോലെ ബന്ധപ്പെട്ട പരീക്ഷണം ഉണ്ടാ. അപ്പൊ ആ സ്ഥലം ചെയ്യാൻ സാഹചര്യമുള്ള ആ ഒരു പരീക്ഷണം ഉണ്ടാവും അതിനുള്ള ചോദ്യം. പിന്നെ അതേമാതിരി ഈ ജലം, ഐസ്, നീരാവി എന്നുള്ള ഭാഗത്തുനിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. കേട്ടല്ലോ, ഇത്ര തന്നെ ചാപ്റ്റർ ചോദിക്കാമല്ലോ കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.